സർവശക്തനും മഹാബലവാനും താൻ മാത്രം അവർത്തിയതുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവശക്തനായ ദൈവത്തിന് ഇന്ന് വന്നേക്കും മഹത്വവും സ്തുതിയും ബലവും തിരുമ്പാകെ അർപ്പിക്കാം. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ നമ്മളെ തന്നെ വീണ്ടും ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. ദൈവവചനം നമ്മളെ ധ്യാനിക്കുമ്പോഴെല്ലാം നമ്മുടെ അസ്ഥികൾക്ക് ബലമായിട്ട് ശക്തിയായിട്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമ്മളെ ഉൾക്കാഴ്ചയുള്ളവരായിട്ട് മാത്രമല്ല നമ്മുടെ പ്രത്യാശ. ലോകത്തിന് പ്രതീക്ഷയുണ്ട്, പക്ഷേ ഒരു വിശ്വാസിക്ക് പ്രത്യാശയാണ്. പ്രത്യാശയും പ്രതീക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രതീക്ഷിക്കുന്നതിനെ എന്നാൽ നമ്മൾ പ്രത്യാശിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യാശിക്കാൻ കാരണം സർവശക്തനായ ദൈവമാണ്. എല്ലാറ്റിനും മീതെ സാഹചര്യങ്ങൾ വിരുദ്ധമായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യാശിക്കുന്നു. തെളിഞ്ഞ മേഘത്തിലും നമ്മൾ തെളിഞ്ഞ സൂര്യപ്രഭയിലും നമ്മൾ ഒരു അനുഗ്രഹത്തിന് മാതിരി പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ കാർമേഘങ്ങൾക്ക് അപ്പുറത്ത് സൂര്യശോഭ അത് ദർശിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ, അതായത് പ്രകൃതിയിൽ നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് മാത്രം ലഭ്യമാകുന്നതാണ്. പ്രത്യാശ എന്ന് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നവയിൽ വലുതോ സ്നേഹം തന്നെ. ഇപ്പോൾ വിശ്വാസം കഴിഞ്ഞിട്ട് അടുത്ത പ്രത്യാശ എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ പ്രത്യാശിക്കാനായിട്ട് പറ്റുന്നു. എന്നാൽ ലോകമനുഷ്യൻ അങ്ങനെ പ്രത്യാശിക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ പ്രതീക്ഷകളെല്ലാം ചിലപ്പോൾ നടന്നെന്ന് വരും, അവൻ പ്രതീക്ഷിച്ചതെല്ലാം ചില പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയെന്ന് വരും. പക്ഷെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. കാരണം അത് സർവശക്തനുള്ള പ്രത്യാശയാണ്, നമ്മളിലുള്ളതല്ല. നമ്മൾ 46-ാം സങ്കീർത്തനത്തിൽ ആ മനോഹരമായ ധൈര്യത്തിൻ്റെ ദൈവം, ഗോഡ് ഈസ് മൈ റെഫ്യൂജ് ആൻഡ് മൈ സ്ട്രെങ്ത് ആൻഡ് എവർ പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവം. നമ്മളെ ചിന്തിക്കുകയുണ്ടായി. അവിടെ 10-ാമത്തെ വാക്യം നമ്മൾ കണ്ടു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഈ സൈലൻറ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ഒക്കെയുള്ള ഇതാണ്. നമ്മളൊരു വൺ വേ ട്രാഫിക് ആയിരിക്കരുതെന്ന് പലപ്പോഴും പറയും. അനേകർ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുക, കുറേ അപേക്ഷകൾ സമർപ്പിക്കുക, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കുറേ പട്ടികകൾ നിരത്തുക. അതല്ല യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക, പിന്നെ ലഭിച്ചതായ നന്മകൾക്ക് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനം. അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് 47-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ. അവിടെ സങ്കീർത്തനത്തിൽ ഇവിടെ ദാവീദൻ തന്നെയാണ് പറയുന്നത്, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നുവെന്ന്. ഇത് യഹൂദന്മാരുടെ ന്യൂ ഇയർ, പുതിയ വർഷം തുടങ്ങുമ്പോൾ ആരംഭത്തിൽ പാടുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിലെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ഉയർപ്പിൻ്റെ ആ ഒരു മനോഹരമായ ഗീതമായിട്ടാണ്. കാരണം 5-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും ആരോഹണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആരോഹണം ചെയ്യുന്ന ദൈവം, ഗോഡ് ഗോസ് അപ്പ് ടു ഹിസ് ത്രോൺ, ഗോസ് അപ്പ്, ആരോഹണം ചെയ്യുന്ന. ഇത് ഇങ്ങനെയുണ്ട്, അവരോഹണ ഗീതങ്ങളുണ്ട്. അതായത് യെരൂശലേമിലേക്ക് പോകുമ്പോൾ ദേവാലയത്തിൻ്റെ ആ ഉയരങ്ങളിലേക്ക്
കയറി പോകുമ്പോൾ പാടുന്ന സങ്കീർത്തനങ്ങളുണ്ട്. ആരാധനയെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പാടുന്നതായ സങ്കീർത്തനങ്ങളുണ്ട്. അവരോഹണ ഗീതം എന്ന് പറയും. അതിൻ്റെ ഓരോ ഹെഡിങ്ങിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അവരോഹണ ഗീതങ്ങളുണ്ട്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ആദ്യം അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി ചെല്ലുകയെന്നാണ് പറയുന്നത്. ദൈവത്തെ സ്തുതിച്ചും സ്തോത്രം ചെയ്തും കൊണ്ട് വേണം നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകൾ ഓരോന്നും, നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റത്, നമ്മുടെ ബലം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കാഴ്ച, എല്ലാറ്റിനും രോഗങ്ങൾ വരുമ്പോൾ കുറവുള്ള അവയവങ്ങൾക്ക് വേണ്ടി രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ല. എന്നാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന എന്തെല്ലാം വിശിഷ്ടമായ ഓരോ കേടില്ലാത്ത എത്ര അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിനായി ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. ദാവീദ് പറയുന്നുണ്ട്, ഭയങ്കരവും അതിശയവുമായി നീനെ സൃഷ്ടിച്ചിരിക്കുന്നു, അതെ ഞാൻ നിനക്ക് സ്തുതി പാടും. അവിടെ ഭയങ്കരവും അതിശയവുമായിട്ടാണ്, ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ പണിതിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ പറയുകയാണ്, രണ്ടാമത്തെ, അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. ദ ഗ്രേറ്റ് കിങ്, കിങ് ഓഫ് കിങ്സ് എന്നൊക്കെ പറയല്ലേ, രാജാതി രാജാവാണ്. ഈ ദാവീദ്, ശൗലാണ് ഒന്നാമത്തെ രാജാവ്. രണ്ടാമത്തെ രാജാവായിട്ട് വന്ന ദാവീദാണ് ശരിക്കും ദൈവഹിതപ്രകാരമുള്ള രാജാവായി വാണത്. ശൗല് വാണുവെങ്കിലും അവൻ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തില്ല നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ദാവീദ് തൻ്റെ ജീവിത അവസാനത്തെങ്കിൽ പറയുന്നുണ്ട്, ഈ ദൈവത്തെ വാഴ്ത്തുമ്പോൾ 1 ദിനവൃത്താന്തം 29-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, 11-ാമത്തെ വാക്യത്തിലൊക്കെ, യഹോവ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. യഹോവേ, മഹത്വവും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെ നിനക്കുള്ളതല്ലോ. പിന്നെ പറയുകയാണ്, യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനു മീതെ തലവനായിരിക്കുന്നു, ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. അവിടെ പറയും, ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം, അത് മനോഹരമാണ്. ശലോമോനോടൊക്കെ പറയുന്നുണ്ട്, നിനക്ക് നല്ലൊരു ഹൃദയം, അതായത് ഒരു ഏകാഗ്ര ഹൃദയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിൻ്റെ ജനത്തിൻ്റെ അതായത് നിൻ്റെ ഹൃദയത്തെ പരമാർത്ഥതയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായ മനസ്സും ഹൃദയവും ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടണമെന്നാണ് പറയുന്നത്. അവിടെ മഹാരാജാവാണ്, ആ രാജാവിൻ്റെ പ്രജകളാണ്. ഇനി അവിടെ നമ്മൾ കാണുന്നതാണ് 4-ാമത്തെ, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ എന്ന് പറയുന്നുണ്ട്. ദൈവം നമുക്ക് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഇതെന്താണ്? 14-ാം സംഗീതം നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവരാജ്യമാണ്, നിത്യതയാണ്, ദൈവഭവനമാണ്. അവിടെ പറയുകയാണ്, എനിക്ക് അളവുനൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എ ഗുഡ് പോർഷൻ, അത് ദൈവരാജ്യമാണ്, ദൈവിക ഭവനമാണ്. കർത്താവായ യേശു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഭവനം ഒരുക്കുവാൻ, വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരിക്കൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന്. നമ്മളെ ചേർത്തുകൊള്ളുന്ന ദൈവ സാന്നിധ്യം, ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു സെയിൻറ്റ് പ്രാർത്ഥിക്കുകയുണ്ടായി, ദൈവമില്ലാതെ പ്രകാശത്തിൽ കൂടെ നടക്കുന്നതിനേക്കാൾ ദൈവത്തോടുകൂടെ അന്ധകാരത്ത് നടക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന്. വിത്ത് ഗോഡ്, ആ ദൈവം എപ്പോഴും നമ്മളോട് കൂടെയുണ്ടെന്നുള്ള ദൈവ സാന്നിധ്യമാണ് നമ്മുടെ മനോഹരം. ഒരു സെയിൻറ്റ് പറഞ്ഞു, യേശു ഇല്ലെങ്കിൽ സ്വർഗമല്ല, യേശു ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ സ്വർഗത്തെയല്ല, യേശുവിനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റേതാകുമ്പോൾ, അവനുള്ളിടത്താകുമ്പോൾ, അതാണ് സ്വർഗമെന്ന് പറയുന്നത്. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ദൈവ സാന്നിധ്യമാണ്, മനോഹരമാക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. ദേവാലയങ്ങളും അങ്ങനെ തന്നെ, ദേവാലയങ്ങളിൽ ദൈവ സാന്നിധ്യമാണ്. ഈ ശലോമോൻ ഈ ദേവാലയ പണിക്ക് വേണ്ടി ദാവീദ് വട്ടം കൂട്ടിയിട്ട് ദാവീദ് അവിടെ പറയുന്നത്, നിനക്കൊരു വിശ്രാമ സ്ഥലമെന്നാണ് പറയുന്നത്, റെസ്റ്റിംഗ് പ്ലേസ് എന്നൊക്കെ പറയും.
പക്ഷെ ഇന്ന് അങ്ങനെയാണോ നമ്മൾ ചിന്തിച്ച് നോക്കുക? എന്നാൽ നമ്മളാകുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മന്ദിരം മനുഷ്യനുള്ളതല്ല, മന്ദിരം യഹോവയ്ക്കുള്ളതാണെന്ന് പറയുന്നതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നവർ അറിയുന്നില്ല. അപ്പോൾ ഈ മന്ദിരം എന്ന് പറയുന്നത് വിശ്രമ സ്ഥലമെന്നാണ് പറയുന്നത്, റെസ്റ്റിംഗ് പ്ലേസ്. നമ്മൾ ദൈവത്തിൽ ചാരാറുണ്ടോ? അതവിടെ ചാരി ആശ്വസിക്കാൻ ഒരു സ്ഥലം ദൈവത്തിൻ്റെ ഹൃദയം എന്ന് പറയും. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ചാരുന്ന ലീൻ ചെയ്യുന്ന ഒരു അനുഭവം. അപ്പോൾ നമ്മളിൽ തന്നെ വിശ്രമം. അതെന്താണ്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറയുന്നു. ആ സമാധാനവും സ്വസ്ഥതയും നമ്മളിൽ ഉണ്ടെങ്കിൽ ആ രാജാതിരാജ നമ്മൾ എന്നാൽ ചിന്തിച്ചു, നരാത്മപുരി ദൈവത്തിൻ്റെ നഗരമാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ നഗരത്തിൽ എന്താണ്? ദൈവിക സന്തോഷമാണ്. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം ജയഘോഷത്തോടും യഹോവയ്ക്ക് ആഹ്ലാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്. മഹാഘോഷം. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ടെന്ന് പറയും. ഒരു രാജാവുള്ള സ്ഥലത്ത് ആ രാജ്യത്വത്തിൻ്റെ പ്രഭയും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകുന്നത് ഈ രാജാതിരാജാവിൻ്റെ സാന്നിധ്യത്തിലാണ്. തുടർന്ന് പറയുക, ദൈവത്തിന് സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ. ദൈവം സർവ്വഭൂമിക്കും രാജാവാകും. ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. ദൈവം ജാതികളെ ഭരിക്കുന്നവൻ്റെ വിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന് ജനമായി ഒന്നിച്ചുകൂടുന്നു. പരിചകൾ ദൈവത്തിനുള്ള വിലവൻ ഏറ്റവും ഉന്നതനായിരിക്കും. സ്തുതിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു നേച്ചറായിട്ട് മാറണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നൊരു അനുഭവം, എന്തു വന്നാലും സ്തുതിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ദൈവ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുള്ളൂ. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിൽ നമ്മളിവിടെ കാണുന്നുണ്ട്. സഹോദരന്മാരെ 5:14 സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവിൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന്. അപ്പം അതിനകത്ത് പറയുന്നില്ല, ചില കാര്യം പറയുന്നത് എല്ലാറ്റിനും എപ്പോഴും സന്തോഷിക്കുവാൻ, ദൈവിക സന്തോഷം, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, വിത്തൗട്ട് സീസ്, ഇടമുറിയാതെയുള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ഒരു സുഗന്ധമായി ഇങ്ങനെ ഉയരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, എല്ലാറ്റിനും സ്തുതിക്കണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുമ്പോൾ ഒരു വ്യക്തി പറയേണ്ട, അതായത് നമ്മൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും കർത്താവെ വേദനയ്ക്ക് സ്തോത്രം, അല്ലെങ്കിൽ കർത്താവെ ആ തെറ്റിദ്ധാരണയ്ക്ക് സ്തോത്രം, ആ വ്യക്തിയുടെ എതിർപ്പിനായി സ്തുതി, ദൈവമേ എനിക്ക് വന്നിരിക്കുന്ന പ്രതികൂലത്തിനായി സ്തോത്രം, ഈ ബലഹീനതയ്ക്കായി എല്ലാറ്റിനും സ്തോത്രം. അപ്പോൾ ശത്രു ലജ്ജിതനാകും, ദൈവം നാം മഹത്വപ്പെടുത്തും. അത് ശത്രുവിന് ഇഷ്ടമല്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയം, നമ്മുടെ ഹൃദയത്തിലും ആ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുക, സമാധാനവും നിറയും. മറിച്ച് ഇസ്രായേൽ ജനം കാണിച്ചതുപോലെ അവരവരുടെ കൂടാരങ്ങളിൽ പിറുപിറുത്തു എന്നാണ് പറഞ്ഞത്. മന്ന കൊടുത്തപ്പോൾ ആദ്യം നല്ലതാണെന്നൊക്കെ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് മന്ന അവർക്ക് മതിയിപ്പായി. എന്നും ഈ മന്നയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് പരാതി പരിഭവം. സ്വർഗീയ ഭോജ്യമാണ്. വിശപ്പുള്ളവന് കയ്പുള്ളതൊക്കെ ഈ മധുരം, തിന്ന് തൃപ്തനായവന് തേൻകെട്ടുകയും ചവിട്ടിക്കളയുമെന്നൊരു തിരുവനന്തപുരത്തിൽ ഒരു വാക്യമുണ്ട്. നമുക്കിന്നുള്ളതായ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ അതിൻ്റെ ഒരു അഭാവത്തിലാണ് നമ്മൾ എന്തെല്ലാം നന്മകളാണ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഉള്ളതായ എല്ലാ സാഹചര്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുക. എല്ലാ നന്മകൾക്ക് ചെറുതും വലുതും. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമ്മുടെ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണി നോക്കണം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ന്യൂനതകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കണം, കുറവുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കേണ്ടതിനാണ് എൻ്റെ ബലഹീനത. എൻ്റെ ബലഹീനത ദൈവത്തിൻ്റെ ബലം തികഞ്ഞു വരുന്നു. കർത്താവ് പറഞ്ഞതല്ലേ, എൻ്റെ ശക്തി എൻ്റെ ബലഹീനത തികഞ്ഞു വരുമെന്ന് പറയുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, രാജാതിരാജാവും കർത്താവുമായത് നല്ല നാഥനെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മഹാപരിശുദ്ധനെ നന്ദിയോടെ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു. അവിടുന്ന് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാൻ കഴിയാത്തവനുമായ സർവശക്തനായ ദൈവമാണ്. അവിടത്തേക്ക് എന്നും എന്നേക്കും ബഹുമാനവും നിത്യബലവും ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരോടാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളോട് സഹായിക്കണം. നല്ല കൃപകൾക്കായ സ്തുതി മഹത്വപ്പെടുന്ന മാത്രം എടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്വത്തിനായി തന്നെ. ആമേൻ.